പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഓൺലൈനിൽ പങ്കെടുക്കാൻ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഈശോയുടെ ഈ വലിയ തിരഞ്ഞെടുപ്പിന് നന്ദി പറഞ്ഞ് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവെ, ഇന്ന കാര്യത്തിൽ നിൻ്റെ അതിശക്തമായ ഇടപെടൽ എൻ്റെ വീട്ടിൽ വേണം. ഇന്ന വിഷയത്തിൽ ദൈവമേ അങ്ങ് ഇടപെടണം. നാളുകളായുള്ള എൻ്റെ സങ്കടം, എൻ്റെ ഭാരം, എൻ്റെ വിഷമം, ഈ വിഷയത്തിൽ കർത്താവെ അങ്ങ് അതിശക്തമായി ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പാടത്ത് കൃഷിക്കാരൻ വിത്ത് വിതറുമ്പോൾ, ഇന്ന് വിത്ത് വിതറി ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ കൊയ്യാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. അവിടെ വിത്ത് വിതറി അതിനുശേഷം നാളുകളോളം ആ വിത്ത് പൊട്ടി മുളച്ച് അത് ചെടിയായി ഇങ്ങനെ വളരണം. സമയമെടുക്കുമെന്ന് മടുപ്പ് തോന്നരുത്. ഒരു കൃഷിക്കാരൻ തൻ്റെ പാടശേഖരം അത് ഉഴുത് മറിച്ച് വിത്തിട്ട് വളർത്തി പാകമാകുന്നു. ഫലം കൊയ്യാൻ ഒരു സമയമെടുക്കും. സോ യു മസ്റ്റ് വെയിറ്റ്. മടുപ്പ് തോന്നരുത്. ഇത് ഞാൻ പറയുമ്പോൾ ആത്മീയ മേഖലയിൽ മടുപ്പ് തോന്നരുത്. കുടുംബ ബന്ധങ്ങളിൽ മടുപ്പ് തോന്നരുത്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് തോർന്ന് പറഞ്ഞേ, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് പാടില്ല. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ 12 തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തിയോസിന് എഴുതിയ പുസ്തകത്തിൽ അതിൻ്റെ 2 അധ്യായം 12 തിരുവചനം, 2 അധ്യായം 12 തിരുവചനം. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ, നമ്മൾ ഉറച്ചു നിന്നോണം. ഹല്ലേലൂയാ. അങ്ങനെ ആരെങ്കിലുമൊക്കെ എല്ലാ വീട്ടിലും ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഒരു വീട് നിലനിൽക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. നിങ്ങൾ തന്നെ ചിന്തിച്ചേ, നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഇട്ടിട്ട് പോകാൻ ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്താ ഇട്ടിട്ട് പോകാതിരുന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഓർത്തത് കൊണ്ടാ. ചിലർ പറയത്തില്ലേ, ഓ മക്കളെ ഓർത്താണ് ഞാൻ പോകാത്തത്, മക്കളെ ഓർത്തിട്ടാണ് ഞാൻ പോകാത്തത്, എൻ്റെ വീടിനെ ഓർത്തിട്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനെന്നൊരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ച് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ക്ഷമയോടെ ഉറച്ചു നിൽക്കണം. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ 1 ലേഖനം 5 അധ്യായം അതിൻ്റെ 10 തിരുവചനം, 1 Peter chapter 5 verse 10. 1 Peter chapter 5 verse 10. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. കണ്ടോ, 3 കാര്യങ്ങൾ സംഭവിക്കും. നീ അല്പകാലം ഒന്ന് പിടിച്ചു നിന്നാൽ, ഉറച്ചു നിന്നാൽ, നിന്റെ വീട്ടിലെ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മുമ്പിൽ നീ ബഹളമുണ്ടാക്കാതെ ഒന്ന് ആത്മസംയമനത്തോടെ നിന്നാൽ 3 കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെ സംഭവിക്കും? നിന്നെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കും. ഹല്ലേലൂയാ. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണം എളുപ്പത്തിൽ സാധ്യമാകുമെന്നല്ല, കുറച്ച് കഷ്ടതകളിലൂടെ കടന്നുപോയിട്ട് വേണം അത് പൂർത്തീകരിക്കപ്പെടാൻ. സ്കൂൾ ഓഫ് സഫറിങ്, കഷ്ടതയുടെ പാഠശാല എന്നൊരു സ്കൂളുണ്ട്. ആമേൻ.
ആമേൻ, ആമേൻ. അപ്പൊ നമ്മുടെ പ്രവൃത്തി എന്താ? നമ്മൾ ഉറച്ചു നിൽക്കണം, ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കണം. കേട്ടോ, ഉറച്ചു നിൽക്കണം, ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കണം, ഇട്ടിട്ട് പോകാനല്ല. പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ വിവാഹ ബന്ധങ്ങളിൽ ചില ഞെരുക്കങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഏതെങ്കിലും ഭാര്യ, ഭർത്താവ് ജീവിത പങ്കാളി ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഇതാ ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് നിന്നോട് പറയുന്ന കാര്യം, ഉപേക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നീ ഉറച്ചു നിന്ന് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നിലപാടെടുക്കാൻ ഒരു ദൗത്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കുടുംബ ജീവിത വഴികളിൽ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, ഏതൊരവസ്ഥയും ചില സ്ട്രഗിളുകൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഇട്ടിട്ട് പോകരുത്. കഷ്ടതയുടെ പാഠശാലയിലാണ് നമ്മൾ ഇങ്ങനെ ഞെരുങ്ങുന്നത്. ഇത് അവിടെ തന്നെ ഞെരുങ്ങി അവസാനിക്കാനുള്ളതല്ല. ലൂക്കാസ് വിശേഷം 21-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 21 ചാപ്റ്റർ 21 വേഴ്സ് 19, 21-ാം അധ്യായം 19-ാം തിരുവചനം. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. കണ്ടോ, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ. ഉറച്ചു നിന്നോണോന്ന്, ഉറച്ചു നിന്നോണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് ഓരോ മേഖലകളിൽ ശ്രദ്ധിച്ചോണം, ഉറച്ചു നിന്നോണം. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ പറഞ്ഞു, വിദേശ രാജ്യത്താണ്, അച്ഛാ ഈ ജോലി ഞാൻ ഉപേക്ഷിക്കാനായിട്ട് ആലോചിക്കുന്നു, അച്ഛൻ്റെ ഒരു ഉപദേശം വേണം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? അച്ഛാ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറയുന്നു. അച്ഛാ, അവർ എന്നെക്കുറിച്ച് വാട്സപ്പിലൊക്കെ പലതും പ്രചരിപ്പിക്കുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്നാണെന്നറിയോ? എൻ്റെ കൂടെ എല്ലാ ദിവസവും ചിരിച്ച് കളിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ജോലി ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത്. എൻ്റെ കൂടെ എല്ലാ ദിവസവും ചിരിച്ച് കളിച്ച് ഒരുമിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാനും അവൾ അത്രയും സുഹൃത്തുക്കളാണ്. അവളാണ് അച്ഛാ എനിക്കെതിരെ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അച്ഛാ, ഞാൻ ആ ജോലി ഉപേക്ഷിക്കാനായിട്ട് ചിന്തിക്കുന്നു. അച്ഛൻ്റെ ഒരു ഉപദേശം പറഞ്ഞേ, ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ സ്ത്രീ പറഞ്ഞ അടുത്ത കാര്യം, അച്ഛാ ഈ രാജ്യത്ത് ഇനി വേറെ ജോലിയൊന്നും കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രായം ഇത്രയായി എന്ന് മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ജോലി ഉള്ളത് കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരുടെ കൂടെ ഇനി ജോലി ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളിലോ ജോലി സ്ഥലങ്ങളിലോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇവരെ നോക്കിക്കൊണ്ട് നിന്റെ ജോലി, നിന്റെ വരുമാന മാർഗത്തെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നിന്റെ കുടുംബത്തിൽ കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ? നിന്റെ സ്വസ്ഥത നിന്റെ അവകാശമാണ്. മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോകാനല്ല. വചനം എന്താ പറയുന്നത്? പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഹല്ലേലൂയാ. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 10, 2-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. കണ്ടോ, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. കണ്ടോ, അത് ശ്രദ്ധിക്കണം. നീ ഭയപ്പെടരുത്. നിന്നെ ആരെങ്കിലും നിന്നെക്കുറിച്ച് മോശം പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, നീ ഉടനെ തന്നെ ഭയപ്പെട്ട് നിർത്തരുത്. മറ്റൊരു സഹോദരി എനിക്കറിയാം, ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന, വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സഹോദരിയാണ്. ഇപ്പം പള്ളിയിൽ പോക്ക് നിർത്തി. ആ ഇടവകയിൽ ഈ സ്ത്രീയെക്കുറിച്ച് ഇവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ ഇവരെക്കുറിച്ച് എന്തൊക്കെയോ ചില കഥകൾ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഈ സ്ത്രീ പറയുക, അച്ഛാ ഞാൻ പള്ളിയിലോട്ട് പോകുമ്പോൾ എൻ്റെ ചിന്ത ഈ വഴിയിലിരിക്കുന്ന എല്ലാവരും എന്നെക്കുറിച്ചാണ് പറയുന്നത്. പള്ളി ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് പള്ളിയിൽ പരിശുദ്ധ കുർബാനയല്ല ശ്രദ്ധിക്കാൻ പറ്റുന്നത്, മറിച്ച് എൻ്റെ ചിന്ത എല്ലാവരും എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തോർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ സ്വസ്ഥത പോകും. അങ്ങനെ
ഭയപ്പെട്ടത് കൊണ്ട് ഈ സ്ത്രീ പള്ളിയിൽ പോകുന്നില്ല, കുർബാനയിൽ പങ്കെടുക്കുന്നില്ല. ആർക്കാ നഷ്ടം? പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ് നിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചില ഭയങ്ങൾ, ചില കാര്യങ്ങൾ തലയ്ക്കകത്ത് ഇഞ്ചക്ട് ചെയ്യും, നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് വചനം എന്താ പഠിപ്പിക്കുന്നത്? നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം ഒന്ന് വായിച്ചേ. നല്ലൊരു വചനമാണ്. യാക്കോബ് ശ്ലീഹ, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 7 and 8. 7-ഉം 8-ഉം തിരുവചനങ്ങളൊന്ന് വായിച്ചേ. സഹോദരരെ, കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം, ദൃഢചിത്തരായിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണമെന്ന്. അതിനെയാണ് നമ്മൾ തുടർന്ന് ആദ്യത്തെ വചനം പറഞ്ഞത്. ഹെബ്രായ ലേഖനം 10:36 സഹന ശക്തി എന്ന് പറഞ്ഞത് ക്ഷമയോടെ കാത്തിരിക്കണം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 കൊറിന്തോസ് 15-ാം അധ്യായം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 15 ഫസ്റ്റ് ലെറ്റർ. 1 കൊറിന്തോസ് 15-ാം അധ്യായം അതിൻ്റെ 58-ാം തിരുവചനം. 58-ാം തിരുവചനം. അതിനാൽ എന്റെ വത്സ സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കും. സ്ഥിരചിത്തരും അചഞ്ചലുമാരുമായിരിക്കണം. സ്ഥിരചിത്തരായിരിക്കണം, സ്ഥിരത വേണം, അചഞ്ചലരായിരിക്കണം. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോകാനല്ല, വീട്ടിൽ ഏതെങ്കിലും സഹനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോകാനല്ല, ഉടനെ തന്നെ ഡൈവോഴ്സിന് പേപ്പർ കൊടുക്കാനല്ല, മറിച്ച് നീ ഒന്ന് ശാന്തമായിട്ടിരിക്കണം, പിടിച്ചു നിൽക്കണമെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാം പെട്ടെന്ന് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓടാനല്ല. ഈ ഇൻസ്റ്റന്റ് ആയിട്ട് കാലഘട്ടത്തിൽ നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരു വിരൽ തുമ്പിലുണ്ട്, എല്ലാം ഇൻസ്റ്റന്റാണ്. പെട്ടെന്ന് കാര്യം നടക്കും. അങ്ങനെ നീ ഓടരുത്, ശാന്തമാവണം. ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി നീ ശാന്തമായിട്ട് ക്ഷമയോടെ സ്ഥിരചിത്തരായിരിക്കണം, അചഞ്ചലരായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കാൻ ഒരു നല്ല വചനം പറയാം. ജോഷുവയുടെ പുസ്തകം, പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 9. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ സഹന ശക്തിക്ക് വേണ്ടിയിട്ടാണ്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്തൊന്ന് കണ്ണടച്ച്. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇന്ന് നമ്മൾ വലിയ ഭാരം അനുഭവിക്കുന്നത്? ഒരുപക്ഷെ വീട്ടിലെ ഏതെങ്കിലും പ്രശ്നത്തിൽ വല്ലാണ്ട് ഞെരുങ്ങുന്നവരുണ്ടാവും, ഭാര്യ ഭർത്ത ബന്ധത്തിൽ വിഷമിക്കുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള ഈ ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിനേക്കാൾ ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്, ഈ കുടുംബത്തിൻ്റെ ഭാരം ഞാൻ എന്തിനാണ് വെറുതെ സഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ തലയ്ക്കകത്ത് നമ്മുടെ കാര്യം മാത്രം, എൻ്റെ സുഖം, എൻ്റെ കാര്യങ്ങൾ മാത്രം, മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വിഷയമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നീ ഓർക്കണം, നിന്റെ സഹനമാണ് നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹം. നീ ചില കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ വീട് നിലനിൽക്കുന്നത്. അങ്ങനെ ഇട്ടിട്ട് പോകാനല്ല, ഉപേക്ഷിക്കാനല്ല, മറിച്ച് നീ ഒന്ന് ചേർന്ന് നിന്നാൽ, നീ ഒന്ന് സഹിച്ചു നിന്നാൽ നിന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കും. കർത്താവ് നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ജോലി മേഖലയിൽ ഭാരമുള്ളവർ, ബന്ധങ്ങളിൽ ഭാരമുള്ളവർ, ചിലപ്പോൾ ചില കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് വല്ലാതെ ഞെരുക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നവരതേ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ഇന്നിതാ വചനം പറയുന്നു, സഹന ശക്തി നിനക്ക് വേണം, ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ഉറച്ചു നിൽക്കാനുള്ള ബലം വേണം. പലപ്പോഴും ഞാൻ ക്ഷീണിച്ചു പോകുന്ന കർത്താവെ,
പലപ്പോഴും ഇട്ടിട്ട് പോകാൻ തോന്നുന്നു. പലപ്പോഴും ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് സംശയം തോന്നുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഉള്ളിൽ വലിയൊരു സ്ഥിരതയുടെ കൃപ, വലിയൊരു സഹനശക്തിയുടെ കൃപ എന്നിൽ നിറയാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസവരത്തോട് ചേർന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു കൃപയാണ് സഹനശക്തി. സഹനശക്തി കർത്താവേ, ഈ സഹനശക്തി എനിക്ക് നൽകണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഹനങ്ങളെ സമർപ്പിച്ച്, ഞെരുക്കങ്ങളെ സമർപ്പിച്ച്, കഷ്ടതയെ സമർപ്പിച്ച്, കുടുംബത്തിലെ ഭാരത്തെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു സഹനശക്തി വേണം. എനിക്ക് കർത്താവെ അങ്ങ് കൃപ നൽകണം. എനിക്ക് ബലം വേണം. ഓ കർത്താവെ, അങ്ങ് എന്നിൽ ഇടപെടണം. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങളെല്ലാം കർത്താവ് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, കണ്ണുകളടച്ച് വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ സഹന വഴികളിൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. കർത്താവ്, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പരിഹാരം, പരീക്ഷ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. അതിനൊരു പരിഹാരമുണ്ട്. യേശുവേ, പരിഹാരം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ നിന്ന് സ്തുതിച്ച്, ഓ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ സഹന വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ ബന്ധങ്ങളിൽ ഭാരപ്പെടുന്ന സഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട ജീവിതാനുഭവങ്ങൾ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗപീഠകളുടെ മുമ്പിൽ ഞെരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ആരാരും സഹായിക്കാനില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടണമേ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.